എല്ലാവർക്കും ശ്രീരഷിയുടെ പുതിയൊരു ഹെൽത്ത് വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് മിക്കവർക്കും അറിയാവുന്ന, ചിലർക്കെങ്കിലും അനുഭവിക്കേണ്ടിയും വന്നിട്ടുള്ള ഒരു മെഡിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ മെഡിക്കൽ എമർജൻസിയാണ് സ്ട്രോക്ക്. രക്തചംക്രമണ വ്യവസ്ഥയിൽ ഉത്ഭവിക്കുന്നതും 24 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുകയോ മരണത്തിൽ കലാശിക്കുകയോ ചെയ്യുന്നതുമായ മസ്തിഷ്കത്തിൽ കേന്ദ്രീകൃതമായ പ്രവർത്തന തകരാറിനെയാണ് മസ്തിഷ്കാഘാതം, സെറിബ്രോ വാസ്കുലർ ആക്സിഡൻറ്റ് അഥവാ സ്ട്രോക്ക് എന്ന് നിർവചിച്ചിരിക്കുന്നത്. ഇത് പക്ഷാഘാതമെന്നും അറിയപ്പെടുന്നുണ്ട്. അതീവ ഗുരുതരമായ ഒരു രോഗാവസ്ഥയാണ് സ്ട്രോക്ക്. ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ആളുകളെയാണ് പക്ഷാഘാതം ബാധിക്കുന്നത്. ഇന്ത്യയിലെ പ്രധാന മരണകാരണങ്ങളിൽ ഒന്നുകൂടിയാണ് പക്ഷാഘാതമെന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സ്ട്രോക്കിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ, കാരണങ്ങൾ, അത് പ്രിവെൻറ്റ് ചെയ്യാനായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില പ്രിവെൻറ്റീവ് മെഷേഴ്സ് തുടങ്ങിയവ. തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ അടവ് സംഭവിക്കുകയോ രക്തധമനി പൊട്ടി രക്തസ്രാവം ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെടുകയും തന്മൂലം മസ്തിഷ്ക കലകൾക്ക് ലഭിക്കുന്ന ജീവവായുവും പോഷകങ്ങളും തടയപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ സംജാതമാകുന്നു. ഇതിനെ തുടർന്നുണ്ടാകുന്ന നാഡീവ്യവസ്ഥയിലെ തകരാറുകൾ മൂലം ശരീരത്തിൻ്റെ ഒരു വശം തളരുക, കൈകാലുകളിൽ ബലക്ഷയമുണ്ടാവുക, ശരീരഭാഗങ്ങളിൽ സ്പർശനശേഷി നഷ്ടമാവുക, സംസാരശേഷി, കാഴ്ച എന്നിവ ഭാഗികമായോ പൂർണ്ണമായോ നഷ്ടമാവുക, കണ്ണുകൾ ചലിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവുക, നടക്കുമ്പോൾ വശങ്ങളിലേക്ക് ചരിയുക, വിവിധ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റായ്ക എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ചിലത് രോഗിയിൽ ദൃശ്യമാകുന്നു. ബോധക്ഷയം, തലകറക്കം, സ്ഥലകാലബോധം നഷ്ടമാകൽ, അപസ്മാരം, തലവേദന എന്നിവയും ലക്ഷണങ്ങളിൽ ഉൾപ്പെടാം. അടുത്ത് നമുക്ക് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മസ്തിഷ്കാഘാതത്തിലേക്ക് നയിക്കാവുന്ന അപകട ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനം രക്താതിസമ്മർദ്ദം, ഉയർന്ന രക്തക്കൊഴുപ്പും അമിതവണ്ണവും വ്യായാമരഹിതമായ ജീവിതശൈലിയുമാണ്. സ്ട്രോക്കിൻ്റെ മറ്റ് അപകട ഘടകങ്ങൾ എന്ന് പറയുന്നത് ഹൃദയാഘാതം, ഏട്രിയൽ ഫിബ്രിലേഷൻ, പ്രമേഹം, കാരോട്ടഡ് ധമനി ചുരുക്കം എന്നിവയാണ്. ഭക്ഷണത്തിൽ ഫലമൂലാദികളുടെ അളവ് വളരെ താഴ്ന്നിരിക്കുക, ഹൃദയവാൾവുകൾ സംബന്ധിച്ച രോഗങ്ങൾ, മസ്തിഷ്ക ധമനി വീക്കം പോലുള്ള രക്തക്കുഴൽ ഘടനാ വൈകല്യങ്ങൾ, രക്തം കട്ടപിടിക്കാനുള്ള അമിത പ്രവണത തുടങ്ങിയവയും മസ്തിഷ്കാഘാതത്തിന് കാരണമാകാറുണ്ട്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ്. പക്ഷാഘാതത്തിൻ്റെ കാര്യത്തിലും ഇതേറെ പ്രധാനമാണ്. ജീവിതശൈലിയിൽ കുറച്ചുകൂടെ ശ്രദ്ധ നൽകിയാൽ ഒരു പരിധിവരെ സ്ട്രോക്ക് വരാതെ തടയാം. അടുത്ത ബന്ധുക്കളെ പോലെയാണ് ഹൃദ്രോഗവും പക്ഷാഘാതവും. രണ്ടും പാരമ്പര്യം, ശീലങ്ങൾ, വളർന്നു വരുന്ന രീതികൾ, വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകൾ, അതായത് വ്യായാമം, പുകവലി, മദ്യപാനം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. ഇനി ഇതിനെ എങ്ങനെ തടയാം, ഇതിൻ്റെ റിസ്ക് കുറയ്ക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ നമുക്ക് എടുക്കാൻ കഴിയുമെന്ന് നോക്കാം. നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ശരീരഭാരം കുറയ്ക്കുക, അതായത് ഒരു ഹെൽത്തി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. അമിതവണ്ണം സ്ട്രോക്കിന് കാരണമായി തീരുന്നുണ്ട്. ഇതിന് പല കാരണങ്ങളുണ്ട്. അമിതവണ്ണമുള്ളവർക്ക് ബ്ലഡ് പ്രഷർ ഉയരാനും ഡയബറ്റീസിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും അളവ് കൂടാനും സാധ്യതയുണ്ട്. ഇതിനോടൊപ്പം അമിതഭാരത്തിൻ്റെ ഫലമായി വരുന്ന ഉറക്ക സംബന്ധമായ സ്ലീപ്പ് അപ്നിയ എന്ന രോഗവും ഒരു പരിധിവരെ സ്ട്രോക്കിന് കാരണമാകുന്നു. സ്ട്രോക്ക് തടയുന്നതിന് അമിതഭാരം കുറയ്ക്കുക എന്നത് വളരെ പ്രധാനമാണ്. 2 രീതിയിലാണ് അമിതഭാരം കുറയ്ക്കാനാവുക. 1. കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുക. 2. ക്രമമായി വ്യായാമം ചെയ്യുക. അമിതഭാരം ഉണ്ടാകാൻ സാധ്യതയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നതാണ് ഒരു രീതി. കഴിക്കുന്ന പദാർത്ഥങ്ങളുടെ അളവും കുറയ്ക്കാം. ആഹാരത്തിൽ എണ്ണയുടെ അളവ് കുറയ്ക്കണം. ആഹാരത്തിൻ്റെ അളവ് തീരുമാനിക്കപ്പെടുന്നത് ശരീരം എത്രത്തോളം വ്യായാമത്തിൽ ഏർപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കണം. അമിതമായ എണ്ണ, കൊഴുപ്പ്, ഉപ്പ്, മധുരം, അന്നജം എന്നിവ അടങ്ങിയതും വറുത്തതും പൊരിച്ചതുമായ ആഹാരം എന്നിവ നിയന്ത്രിച്ച് നിർത്തുക. പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ, മത്സ്യം, പരിപ്പ് വർഗ്ഗങ്ങൾ, കൊഴുപ്പ് കുറഞ്ഞ പാല്, കൊഴുപ്പ് കുറഞ്ഞ മാംസം തുടങ്ങിയ പോഷക സമ്പുഷ്ടമായ ഭക്ഷണം എന്നിവയിലൂടെ മസ്തിഷ്കാഘാതത്തിൻ്റെ സാധ്യത നമുക്ക് കുറയ്ക്കാവുന്നതാണ്. അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് രക്തസമ്മർദ്ദം, അതായത് ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുക എന്നത്. ഉയർന്ന രക്തസമ്മർദ്ദം
പക്ഷാഘാതത്തിനുള്ള ഏറ്റവും വലിയ അപകട ഘടകമാണ്. ഉയർന്ന രക്തസമ്മർദ്ദം വ്യത്യസ്ത രീതികളിൽ പക്ഷാഘാതത്തിന് കാരണമാകുന്നു. ഇത് തലച്ചോറിൽ രക്തം കട്ടപിടിക്കുന്നതിനും തലച്ചോറിനുള്ളിലെ ചെറിയ രക്തക്കുഴലുകൾക്ക് കേടുപാടുകൾ വരുത്തുന്നതിനും കാരണമാകുന്നു. തലച്ചോറിലെ രക്തസ്രാവം മൂലം പക്ഷാഘാതം ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഹൈ ബ്ലഡ് പ്രഷർ പൊതുവെ സിംറ്റംസ് കാണിക്കാത്തതിനാൽ ബ്ലഡ് പ്രഷർ റെഗുലറായിട്ട് ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഹൈ ബ്ലഡ് പ്രഷർ ആണെങ്കിൽ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് കഴിക്കുക. ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തുകയും ഉപ്പിൻ്റെ കണ്ടന്റ് കുറഞ്ഞ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യാവുന്നതാണ്. അടുത്ത കാര്യം എന്ന് പറയുന്നത് പ്രമേഹം നിയന്ത്രിക്കുക എന്നതാണ്. പ്രമേഹം ഇല്ലാത്തവരെ അപേക്ഷിച്ച് പ്രമേഹം ഉള്ളവർക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രമേഹം നമ്മുടെ ശരീരത്തെ ഭക്ഷണം ശരിയായി സംസ്കരിക്കുന്നതിൽ നിന്ന് തടയുന്നു. ആ സമയത്ത് ശരീരത്തിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇൻസുലിൻ ശരിയായി ഉപയോഗിക്കാൻ കഴിയില്ല. ഇത് രക്തത്തിൽ ഗ്ലൂക്കോസ് അടിഞ്ഞുകൂടാൻ കാരണമാവുകയും കാലക്രമേണ ഉയർന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് ശരീരത്തിലെ രക്തക്കുഴലുകളെ തകരാറിലാക്കുകയും പക്ഷാഘാത സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതിനാൽ പ്രമേഹം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ദെൻ ആരോഗ്യകരമായ കൊളസ്ട്രോൾ നിലനിർത്തുക. ഉയർന്ന കൊളസ്ട്രോൾ പക്ഷാഘാതത്തിനുള്ള ഒരു അപകട ഘടകമായ വാസ്കുലാർ രോഗസാധ്യത വർദ്ധിപ്പിക്കുന്നതിലൂടെ പക്ഷാഘാത സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഉയർന്ന കൊളസ്ട്രോൾ കാരണം ധമനികളിൽ പ്ലാക്ക് അല്ലെങ്കിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുമ്പോൾ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെടുകയും തലച്ചോറിലെ കോശങ്ങളിലേക്ക് എത്തുന്ന ഓക്സിജന്റെ അളവ് കുറയുകയും ചെയ്യും. ജീവിതശൈലി ഘടകങ്ങളാണ് സാധാരണയായി ഉയർന്ന കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത്. ഉദാഹരണത്തിന് തെറ്റായ ഭക്ഷണക്രമം. മാതാപിതാക്കളിൽ നിന്നും പാരമ്പര്യമായും ഇത് പകരാവുന്നതാണ്. അടുത്തത് പുകവലി ഉപേക്ഷിക്കുക. പുകയിൽ ആയിരക്കണക്കിന് ദോഷകരമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. അവ നമ്മുടെ ശ്വാസകോശത്തിൽ നിന്നും രക്തപ്രവാഹത്തിലേക്ക് മാറ്റപ്പെടുന്നു. ഈ രാസവസ്തുക്കൾ കോശങ്ങളെ മാറ്റുകയും നശിപ്പിക്കുകയും നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യുന്നു. ഈ മാറ്റങ്ങൾ നമ്മുടെ രക്തചംക്രമണ വ്യൂഹത്തെ ബാധിക്കുകയും പക്ഷാഘാത സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. പുകവലി നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവിനെയും ബാധിക്കും. ഇത് നല്ല കൊളസ്ട്രോളായ HDLന്റെ അളവ് കുറയ്ക്കുകയും മോശം കൊളസ്ട്രോളായ LDLന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഉയർന്ന അളവിലുള്ള LDL കൊളസ്ട്രോളിന്റെ അളവ് പക്ഷാഘാത സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. സിഗരറ്റിൽ നിന്നുള്ള പുകയിൽ കാർബൺ മോണോക്സൈഡും നിക്കോട്ടീനും അടങ്ങിയിട്ടുണ്ട്. കാർബൺ മോണോക്സൈഡ് നമ്മുടെ രക്തത്തിലെ ഓക്സിജന്റെ അളവ് കുറയ്ക്കുമ്പോൾ നിക്കോട്ടിൻ നമ്മുടെ ഹൃദയമിടിപ്പ് വേഗത്തിലാക്കുന്നു. ഇത് നമ്മുടെ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നുണ്ട്. എല്ലാ പക്ഷാഘാതങ്ങളുടെയും പകുതിയും ഉയർന്ന രക്തസമ്മർദ്ദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുകയിലെ രാസവസ്തുക്കൾ നമ്മുടെ രക്തം കട്ടപിടിക്കാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. പുകവലിയുടെ ഈ ഫലങ്ങൾ ഒരുമിച്ച് രക്തപ്രവാഹത്തിന് സാധ്യത വർദ്ധിപ്പിക്കുന്നു. രക്തപ്രവാഹത്തിന് സാധ്യതയുള്ള ആളുകൾക്ക് ഇടുങ്ങിയതും വഴക്കം കുറഞ്ഞതുമായ ധമനികളാണ് ഉണ്ടാവുക. ഇത് രക്തയോട്ടം കുറയ്ക്കുകയും രക്തസമ്മർദ്ദവും രക്തം കട്ടപിടിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. തലച്ചോറിലേക്ക് സഞ്ചരിക്കുന്ന രക്തം കട്ടപിടിക്കുന്നത് രക്തം നിർത്തുകയും തലച്ചോറിലെ കോശങ്ങൾ മരിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ പുകവലി ഉപേക്ഷിക്കുക എന്നത് പക്ഷാഘാതം പ്രതിരോധിക്കാൻ വളരെ അത്യാവശ്യമാണ്. അടുത്ത് മദ്യപാനം പരിമിതപ്പെടുത്തുക. അമിതമായ മദ്യപാനം രക്താതിസമ്മർദ്ദത്തിന് കാരണമാകുന്നു. ഇത് സ്ട്രോക്കിന് നേരിട്ട് കാരണമാകുന്നെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൂടാതെ മദ്യം ചില ഹൃദയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് വഴി സ്ട്രോക്കിനെ അത് ഇൻഡയറക്റ്റായിട്ട് ബാധിക്കും. അതായത് ഏട്രിയൽ ഫിബ്രിലേഷൻ, കാർഡിയോമയോപ്പതി തുടങ്ങിയവ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് സ്ഥിരമായി വ്യായാമം ചെയ്യുക എന്നത്. ദിവസേനയുള്ള വ്യായാമം ഹൃദയാഘാത സാധ്യത ഗണ്യമായി കുറയ്ക്കും. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും സ്ട്രോക്കുമായി ബന്ധപ്പെട്ട അപകട ഘടകങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. വ്യായാമം സ്ട്രോക്കിനുള്ള സാധ്യത കുറയ്ക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് രക്തസമ്മർദ്ദം മെച്ചപ്പെടുത്തുന്നു. സ്ട്രോക്കിനുള്ള ഒരു പ്രധാന അപകട ഘടകമായ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ വ്യായാമം സഹായിക്കുന്നുണ്ട്. ഹൃദയത്തെ ശക്തിപ്പെടുത്തുകയും രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ ആരോഗ്യകരമായ രക്തസമ്മർദ്ദം നിലനിർത്തുന്നതിന് വ്യായാമം സഹായിക്കുന്നു. രക്തം കട്ടപിടിക്കുന്നത് തടയുന്നു. ശാരീരിക പ്രവർത്തനങ്ങൾ ആരോഗ്യകരമായ രക്തയോട്ടം പ്രോത്സാഹിപ്പിക്കുകയും ധമനികളിലും സിരകളിലും രക്തം കട്ടപിടിക്കാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. രക്തം കട്ടപിടിക്കുന്നത് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം തടയുകയും
ഇസ്കെമിക് സ്ട്രോക്കിലേക്ക് നയിക്കുകയും ചെയ്യാറുണ്ട്. അതുകൂടാതെ വ്യായാമം ധമനികളെയും രക്തക്കുഴലുകളെയും ശക്തിപ്പെടുത്തുന്നു. വ്യായാമം രക്തക്കുഴലുകളുടെ വികാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും രക്തസമ്മർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകളെ ചെറുക്കാനുള്ള കഴിവ് മെച്ചപ്പെടുത്തുകയും രക്തക്കുഴലുകളുടെ കേടുപാടുകൾ അല്ലെങ്കിൽ വിള്ളൽ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ 7 കാര്യങ്ങളിലൂടെ നമുക്ക് പക്ഷാഘാതത്തെ പ്രതിരോധിക്കാൻ സാധിക്കും. നാഷണൽ സ്ട്രോക്ക് അസോസിയേഷൻ വികസിപ്പിച്ച FAST സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ സഹായകമാണ്. അതായത് മുഖം ഫേസ്, കൈകൾ ആംസ്, സംസാരം സ്പീച്ച്, സമയം ടൈം എന്നിവയുടെ ചുരുക്കെഴുത്താണ് ഫാസ്റ്റ്. ഫാസ്റ്റിൽ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സ്ട്രോക്കോ സ്ട്രോക്കിനുള്ള സാധ്യതയോ പ്രാഥമികമായി വിലയിരുത്താം. ആദ്യമായി മുഖം ഫേസ്. പുഞ്ചിരിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തിൻ്റെ ഒരു വശം താഴുന്നുണ്ടോ? കൈകൾ ആംസ്. 2 കൈകളും തലയ്ക്ക് മുകളിലൂടെ ഉയർത്തുക. ഒന്ന് താഴേക്ക് തെന്നി വീഴുന്നുണ്ടോ? സംസാരം സ്പീച്ച്. ശബ്ദം മങ്ങിയതായോ സംസാരം വിചിത്രമായോ തോന്നുന്നുണ്ടോ? സമയം ടൈം. മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ കണ്ടാൽ 3 മണിക്കൂറിനുള്ളിൽ വൈദ്യസഹായം നേടാൻ കഴിഞ്ഞാൽ സ്ഥിരമായ വൈകല്യത്തിലേക്കോ മരണത്തിലേക്കോ പോവാതെ രോഗിയെ പക്ഷാഘാതത്തിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കും. സ്ട്രോക്കിൻ്റെ ചികിത്സയിൽ ഏറ്റവും പ്രധാനം ചികിത്സ ആരംഭിക്കുന്നതിന് മുൻപ് പാഴാക്കുന്ന സമയമാണ്. ചികിത്സ വൈകുന്ന ഓരോ മിനിറ്റിലും തലച്ചോറിലെ 1 ദശലക്ഷം കോശങ്ങളാണ് നശിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്ട്രോക്കിനെ കുറിച്ചുള്ള കുറച്ചധികം കാര്യങ്ങളാണ് നോക്കിയത്.